ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളോട് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് സോർഡ്സ് കാർഡാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. ഇവിടെ ഫീലിംഗ്സ് ചെക്ക് എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. വളരെ കുറച്ച് ദിവസങ്ങളിലായിട്ട് നിങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഒരു മാസമോ അല്ലെങ്കിൽ 2 ആഴ്ചയോ അതിന് മുന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഡൗട്ട് തോന്നാം, ഇത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം തോന്നാം. നിങ്ങൾ വളരെ ബോൾഡായി നിൽക്കുന്നുണ്ട്. നിങ്ങൾ റീഡിങ്ങും അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾ ബോൾഡായി നിൽക്കുന്നുണ്ട്. ഞാൻ തളർന്നു പോകുന്ന ഒരാളല്ല, തോറ്റു കൊടുക്കുന്ന ഒരാളല്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ആ പിക്ചർ നോക്കി മനസ്സിലാവും നിങ്ങൾ പോരാടാനായി തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങൾ അവിടെ നിലകൊണ്ടിരുന്നത്. നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ ബോൾഡാണ്, ഞാൻ തോറ്റു പോയില്ല എന്നൊക്കെ പറയുന്നുണ്ടാവാം. എങ്കിൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കുള്ള നിമിഷങ്ങളിൽ നിങ്ങളെ തന്നെ കാണുമ്പോൾ നിങ്ങളവിടെ കണ്ണ് കെട്ടിയ അവസ്ഥയിൽ, ശരീരം മൊത്തം വലിച്ചു മുറുകി കെട്ടിയ അവസ്ഥയിലായിരുന്നു. അത് നിങ്ങളിലെ വേദനയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. മറ്റുള്ളവരെ അറിയിക്കാതെ നിങ്ങൾ ഒറ്റയ്ക്കുള്ള നിമിഷങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു വേദനയെ തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളും സെപ്പറേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കണം. എങ്കിൽ പോലും നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതെ നിങ്ങളുടെ വേദനകളെ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ വെച്ചിരിക്കുകയാണ്. ആ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്നത്, അതിൻ്റെ തീവ്രതയിലേക്ക് നിങ്ങൾ പോകുന്നത് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങളിലാണ്. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കണ്ണ് കെട്ടിയ അവസ്ഥ, എന്താണ് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ, മറ്റുള്ളവരാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥ പോലെ ഫീൽ ചെയ്യുകയാണ്. എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല, എൻ്റെ വേദനകൾ ഞാൻ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്, എൻ്റെ മുറിവുകൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇത് ആരോടും പറയാൻ പറ്റുന്നില്ല, എൻ്റെ ഈ ഒരു അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ കുറച്ച് കാലങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ റീഡിങ്സ് ഒക്കെ കാണുന്നുണ്ടാവാം, എങ്കിൽ പോലും എൻ്റെ റീഡിങ്സ് എന്ന് പറയുന്നില്ല, മറ്റുള്ളവരുടെ റീഡിങ്സും കാണുന്നുണ്ടാവാം. എന്നാൽ നിങ്ങളിലേക്ക് മാറ്റം വരുത്തിയത് ഞാൻ എന്ന ഒരു റീഡറുടെ റീഡിംഗ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെ പ്രെയർ ചെയ്യണം, എങ്ങനെ നിങ്ങളെ സ്നേഹിക്കണം. ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് വന്ന ഒത്തിരി പേർക്ക് എന്താണ് നമ്മുടെ റീഡിംഗ് എന്നറിയാം. എങ്ങനെയാണ് നിങ്ങൾ പേഴ്സണലായിട്ട് റീഡിങ്ങിന് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ അറിയാം. അങ്ങനെ വന്നവർക്കറിയാം എങ്ങനെയാണ് നിങ്ങൾ മാറ്റം വന്നതെന്ന്, അല്ലേ? അങ്ങനെ റീഡിങ്ങിന് വന്ന ഒത്തിരി പേർക്ക് നമ്മൾ പ്രയറും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്ക് വന്ന മാറ്റത്തെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്, 10 ഓഫ് സോർഡ്സ് കാർഡ്. സെൽഫ് ലവ് ചെയ്തുകൊണ്ട് അവനവൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കിക്കാണുന്ന ഓരോ വ്യക്തിയിലേക്കും വന്നിട്ടുള്ളത് മാറ്റം തന്നെയാണ്. 10 ഓഫ് സോർഡ്സ് കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് വന്ന മാറ്റത്തെയാണ്. ഒരു മാസം മുന്നേ ഉണ്ടായിരുന്ന നിങ്ങളല്ല, നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രയർ ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ വേദനകൾക്ക് ശമനം വന്നിട്ടുണ്ട്. പെയിൻഫുൾ എൻഡിങ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു, ആ ക്രൈസിസിന് മാറ്റം വന്നിട്ടുണ്ട്, അല്ലേ? നിങ്ങൾ തിരിച്ചു വരുവാണ്, നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണ്, അല്ലേ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂവേഴ്സും, ഇനി പേഴ്സണൽ റീഡിംഗ് വന്ന ഓരോ വ്യൂവേഴ്സും അവനവനെ തന്നെ മനസ്സിലാവും, അല്ലേ? നിങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ലേ? നിങ്ങളെന്ന വ്യക്തി പഴയ നിങ്ങളായിട്ട് തിരിച്ചു വരുവാനായിട്ട് ഒരുങ്ങല്ലേ? അപ്പം നിങ്ങളിലേക്ക് വന്ന മാറ്റത്തെയും യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മറ്റുള്ളവരെ നിങ്ങളെ ശകാരിച്ചിട്ടുണ്ടാവാം, മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ആ വേദനയ്ക്കെല്ലാം എൻഡിങ് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വേദന എന്താകുന്നെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്നതും നിങ്ങൾ എങ്ങനെ ഡീപ്പ് ഹീലിംഗ് ചെയ്തുകൊണ്ട്, സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നുവോ ആ കാണുന്ന ഓരോ വ്യക്തികൾക്കും വരാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റിയാണ്.
നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ച വേദനകൾക്ക് യൂണിവേഴ്സ് പരിഹാരം കാണാണ്. നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റി ആണെന്ന് യൂണിവേഴ്സ് പറയാണ്. അവസരത്തെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ കരിയർ ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏതുമായാലും ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റത്തെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. പ്രോഗ്രസിനെയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ്, ഓരോ റീഡിങ്സ് കാണുമ്പോഴും ഓരോ ദിവസം നിങ്ങൾ പ്രെയർ ചെയ്യുമ്പോഴും നിങ്ങൾ മെഡിറ്റേഷന് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നിങ്ങളിലേക്ക് ഓരോ ദിവസവും ഹീലിങ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നു. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളുടെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളെന്ന വ്യക്തിയിലെ ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളാണ് നോക്കിക്കാണുന്നത്. നിങ്ങളുടെ പാഷനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്. നിങ്ങൾ ഉറച്ച നിലപാടോട് കൂടിയിട്ട്, ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ഇപ്പോൾ നോക്കിക്കാണുന്നതും നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിലേക്കാണ്, അല്ലേ? നിങ്ങൾക്ക് ഒരു ധൈര്യം വന്നിട്ടുണ്ട്. കോൺഫിഡൻസോട് കൂടി തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കിക്കാണുന്നതെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങൾ ബോൾഡായി തുടങ്ങിയിട്ടുണ്ട്. ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കഴിവായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരുന്നു. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന നിലപാടിലായിരുന്നു നിങ്ങൾ. എന്നാൽ ഈ ഒരു കാലയളവ് എന്ന് പറയുന്നത് നിങ്ങളെന്ന വ്യക്തിക്ക് വന്നിട്ടുള്ള മാറ്റത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പവറിനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവനവൻ്റെ കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഏതൊരു വ്യക്തിയാണോ ഈ റീഡിങ് കാണുന്നത്, ആ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്, ഉറപ്പാണ്. നിങ്ങൾ എന്നു മുതൽ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയോ, നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്തു തുടങ്ങിയോ, ആ വ്യക്തികളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ബെറ്റർ ലൈഫിലേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് യൂണിവേഴ്സ് കാണുന്നത്. നിങ്ങൾ തോറ്റു കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ലെന്ന് യൂണിവേഴ്സ് പറയാണ്. നിങ്ങളുടെ കൂടെ എന്തിനും ഏതിനും നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സ് ഉണ്ടെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. നിങ്ങളൊന്നു ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എങ്ങനെയായിരുന്നു മുന്നേ, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം വിചാരിച്ചാൽ വലുതും ചെറുതുമായ ഏത് ആഗ്രഹമാണെങ്കിലും അത് മനസ്സിൽ കരുതുമ്പോഴേക്കും നിങ്ങൾക്ക് അത് നടത്തി കിട്ടുന്നുണ്ട്. ഒത്തിരി പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, മാം ഈ പ്രേയേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഒത്തിരി മാറ്റങ്ങൾ എന്നിൽ വന്നിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അവർ വിചാരിച്ച കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നതായിട്ട് കരുതൂ. നിങ്ങൾ മുൻപ് കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ പ്രപഞ്ചത്തെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള മാറ്റം തന്നെയാണ്. ഇനിയും നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് യൂണിവേഴ്സിനെ അറിഞ്ഞുകൊണ്ടുള്ള നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനാണ്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. നെക്സ്റ്റ് കാർഡ് നമുക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന്. നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടിയാണ് നിങ്ങൾ യൂണിവേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുമ്പോൾ യൂണിവേഴ്സ് വേറെ ഒരു വ്യക്തിക്കും കൂടി മാറ്റം കൊടുക്കും. ആർക്കാണ്? നിങ്ങളുടെ പേഴ്സണ്. അവർ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ക്ലാസിക് റൊമാൻറ്റിക് ഫീലിങ്സിനെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഒരു പാഷനേറ്റ് സോളിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സീക്കിംഗ് കണക്ഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പാസ്റ്റിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു സ്നേഹവും കരുതലും അവർക്ക് ഓർമ്മ വരുമ്പോൾ അവർ നിങ്ങളെ ഓർക്കാതെ പോവില്ല, അല്ലേ? അവർ നിങ്ങളെക്കുറിച്ച് നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് അവരിലേക്ക് വന്നിട്ടുള്ള മാറ്റത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും അവർ വളരെയേറെ കാൽക്കുലേഷനിലൂടെയാണ് ഇപ്പോൾ അവരുടെ ലൈഫ് കൊണ്ടുപോകുന്നത്. നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ ചെയ്യണമെന്ന് അവർ ഇമോഷണലായിട്ട് ആലോചിക്കുകയാണ്. അവരിലേക്ക് വന്നിട്ടുള്ള ആ ഒരു മാറ്റത്തെ തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആണ് ഇപ്പോൾ നിങ്ങളെ ചേസ് ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്, നിങ്ങളെന്ന വ്യക്തിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്,
അല്ലേ? നിങ്ങളിപ്പോൾ മാറി നിൽക്കുകയാണ്, നിങ്ങളുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കും തോറും നിങ്ങളുടെ പേഴ്സണ് അവിടെ മിസ്സിങ് ഫീലാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് വരുവാനായിട്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് കടന്നു പറഞ്ഞാൽ കിങ് ഓഫ് പെന്റക്കിൾ ആണ്. ഇവിടെ നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബണ്ടൻസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് പുരോഗതി വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ലൈഫ് എല്ലാം ബെറ്റർ ആവാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ എന്ന വ്യക്തി എന്തു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇപ്പോൾ പ്രയത്നിക്കുന്നത്, നിങ്ങളുടെ കരിയർ അല്ലേ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ അല്ലേ, നിങ്ങളുടെ ബെറ്റർ ലൈഫ് അല്ലേ, ആ ഒരു കാര്യത്തിൽ മാറ്റം വരാൻ പോവാണ്. പ്രോഗ്രസ് ആണ്, ന്യൂ ബിഗിനിങ്ങിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് ആരോ ഒരാള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഗ്രോത്ത് എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യേണ്ടത്. നിങ്ങളിലേക്ക് സമ്പാദ്യം വരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പ്രോസ്പെരിറ്റി, നിങ്ങൾ ആഗ്രഹിച്ച ഗോൾ, ഇതൊക്കെ തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് നോക്കി കാണാണ്. ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള, നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രോഗ്രസ് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്ത് നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടോ, ആ കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നു. ആ കാര്യങ്ങൾ നടക്കാനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരിക്കണം മിക്കവരും. ഇത് നിങ്ങൾക്കായിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങൾക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് പേജ് ഓഫ് പെന്റക്കിൾ ആണ്. നിങ്ങളുടെ എനർജി തന്നെയാണ്. മാനിഫെസ്റ്റിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ബെറ്റർ ലൈഫിലേക്ക്, നിങ്ങളുടെ കരിയർ ആണോ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണോ, നിങ്ങളുടെ ഏതൊരു ആഗ്രഹവുമായിക്കോട്ടെ, ആ ഒരു ആഗ്രഹത്തിലേക്ക് യൂണിവേഴ്സ് നോക്കി കാണുന്നു എന്നാണ് പറയുന്നത്. ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ, ആഗ്രഹം സഫലമാകാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഈ കാർഡും പറയുന്നത്. നിങ്ങൾ എന്ന വ്യക്തി ഒത്തിരി കഴിവുള്ളൊരു വ്യക്തിയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അതെന്ന് പറയുന്നത് നിങ്ങളുടെ ന്യൂ കരിയറിന് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങളുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് വെച്ച് തരുന്നത്. നിങ്ങളോട് രണ്ട് കൈകളും നീട്ടി അത് സ്വീകരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് യൂണിവേഴ്സ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് പ്രോഗ്രസ് വരുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മുൻപുണ്ടായിരുന്ന നിങ്ങളാണോ ഇപ്പോൾ ഉള്ളത്? നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു മാറ്റത്തെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളിലേക്ക് ഒരു മാജിക് സംഭവിക്കാൻ പോവുകയാണ്. പുതിയ തുടക്കമാണ് കാണിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയുടെ കഴിവിനെ മനസ്സിലാക്കിയിട്ട്, നിങ്ങളുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കിയിട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നു. നിങ്ങൾ ഏതൊരു കാര്യമാണോ മാനിഫെസ്റ്റ് ചെയ്ത് ഡ്രീം ചെയ്യുന്നത്, ആ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കാൻ പോകുന്നതെന്ന് ഞാനും പറയുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് 2 ഓഫ് സ്വർഡ്സ് കാർഡാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജിയാണ്, കറണ്ട് ഫീലിങ്സിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇപ്പോഴത്തെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഗോൾ നേടാനായിട്ട് തയ്യാറെടുക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് ഒരു കാര്യം നേടാനായിട്ട് ചെറിയ രീതിയിലുള്ള സ്റ്റക്ക് എനർജി വരുന്നുണ്ട്. ഈ സമയത്തെ കാര്യം പറയുന്നേ, ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നേ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ആണ്. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ നേടണമെങ്കിൽ, നിങ്ങളുടെ കണ്ണ് മറ്റാരെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു തടസ്സം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ തയ്യാറാണോ? തടസ്സങ്ങൾ ഉണ്ടാവാം. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് നെഗറ്റീവ് കാര്യങ്ങളും വരും. ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവും ഉണ്ട്. എന്നാൽ നമ്മൾ ഈ നെഗറ്റീവിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നത് ഓർക്കേണ്ട ആവശ്യമില്ല, കാണേണ്ട ആവശ്യമില്ല. നമ്മളെന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നീങ്ങാനാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്റ്റക്ക് എനർജി ഉണ്ടായിക്കോട്ടെ. ഞാനൊരു ഉദ്ദേശം കണ്ടിട്ടുണ്ട്, ഞാൻ ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആരൊക്കെ എനിക്ക് തടസ്സം നിന്നാലും, എന്തൊക്കെ തടസ്സങ്ങൾ എന്നിലേക്ക് വന്നാലും അതെല്ലാം ഞാൻ യൂണിവേഴ്സിന് കൊടുക്കുകയാണ്. യൂണിവേഴ്സ് എന്നെ ബ്ലെസ് ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഈ കണ്ണുകെട്ടിക്കൊണ്ട് തന്നെ ഞാൻ പോരാടാൻ തയ്യാറാവാണ് എന്ന നിലപാടോടു കൂടി തന്നെയാണ് എൻ്റെ വ്യൂവേഴ്സ് നിൽക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷയോട് കൂടി തന്നെ നിങ്ങളുടെ ഗോൾ നേടുവാനായിട്ട്
പുറപ്പെടുകയാണ് അല്ലേ? അത് ഞാൻ പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയർ എല്ലാത്തിലും ഒരു സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഇപ്പോഴത്തെ സാഹചര്യമാണ് പറയുന്നേ. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ബെറ്റർ ലൈഫ് വേണമെങ്കിൽ നമ്മൾ പോരാടുക തന്നെ വേണം. അതിനുള്ള ഒരു കാര്യവും യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് നിങ്ങളിലേക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ നോക്കിക്കാണാണ്. നിങ്ങളുടെ മെമ്മറി ആൻഡ് തോട്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ കാര്യങ്ങൾ, ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആയിരിക്കണം, വളരെ സത്യസന്ധമായിരിക്കണം. ഞാൻ എൻ്റെ ഗോൾ നേടാൻ വേണ്ടിയിട്ട് ഞാൻ പോരാടും. ഒരു കാര്യം കൂടി പറയട്ടെ, ഒത്തിരി വ്യൂവേഴ്സ് ഇപ്പം എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യാണ്. എക്സാം ഒക്കെ എഴുതി വന്നിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നേ. നിങ്ങൾ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ്മെന്റ് തന്നെയാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ ജോബ് കിട്ടും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 3 മണിക്കുള്ള പ്രെയർ തന്നെയാണ്. അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഒത്തിരി പേർക്ക് ഞാൻ പേഴ്സണൽ റീഡിങ്ങിന് വന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലാതെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ ഉറച്ചു നിങ്ങൾ നിൽക്കൂ, അതുമനുസരിച്ച് പ്രവർത്തിക്കൂ. പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ 21 ഡേയ്സ് നിങ്ങൾ പ്രെയർ ചെയ്യൂ. നിങ്ങളിലേക്ക് മാറ്റം വരും. നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കും. നിങ്ങൾ എന്ന വ്യക്തി തോറ്റു കൊടുക്കേണ്ട വ്യക്തിയല്ല. നിങ്ങൾ ആദ്യം വിശ്വസിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവർ നിങ്ങളെ അനുയോജ്യമായ സമയത്ത് സഹായിക്കും, അത് യൂണിവേഴ്സ് തന്നെ ആയിട്ട് സഹായിക്കും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊരു തടസ്സമാണെങ്കിലും അത് നീങ്ങിപ്പോകണമെങ്കിൽ ആര് വിചാരിക്കണം? നിങ്ങൾ വിചാരിക്കണം. എങ്ങനെ ചെയ്യണം? നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക. എന്നെക്കൊണ്ട് പറ്റും, എന്നെക്കൊണ്ട് സാധിക്കും, ഞാൻ ചെയ്യും. ഞാനല്ലാതെ പിന്നെ ആരാണ് എൻ്റെ ലൈഫ് ബെറ്റർ ആക്കുക, അല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും വരാൻ പോകുന്നത് പേഴ്സണൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ് തന്നെയാണ്, അബണ്ടൻ തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ് തന്നെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് വന്ന മാറ്റത്തെ അവർ അറിയുന്നുണ്ട്. അവർ മടങ്ങി വരുമ്പോൾ നിങ്ങൾ തോറ്റു പോയിട്ടില്ല എന്നവരെ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ എന്ന വ്യക്തിയിലെ ആ ടാലന്റിനെ, ആ കഴിവിനെ തന്നെയാണ് അവർ നോക്കി കാണേണ്ടതും. നിങ്ങൾ തോറ്റു പോയിട്ടില്ലെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയാണ്. നിങ്ങൾ വിജയത്തിന്റെ പാതയിലാണ്. ഈ റീഡിംഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോസുമായിട്ട്, നിങ്ങളുടെ എനർജിയുമായിട്ട്, നിങ്ങളുടെ പേഴ്സണൽ എനർജിയുമായിട്ട് ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.